ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സൺഡേ ആയപ്പോൾ ഞങ്ങൾ രാത്രി ഒരു മസാല ദോശ കഴിക്കാനുള്ള പൂതിക്ക് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയുടെ അവിടെയുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് ശ്രീ രാധാകൃഷ്ണൻ കോഫി ക്ലബ്ബ്. അവിടെ പോയി. അപ്പോൾ അത് ലിച്ചു ബേബിക്ക് അവിടെ ഒരു ചേച്ചി പെണ്ണിനെ കിട്ടി. ലിച്ചു ബേബി അവളെന്നെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ നല്ല തിരക്കായിരുന്നു. ക്യൂ ഒക്കെ ഒന്ന് ടോക്കണൊക്കെ എടുത്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ സീറ്റ് കിട്ടിയപ്പോൾ നമ്മളിതാ കയറിയിരുന്നു. അപ്പോൾ അവിടെ ഗ്ലാസും ജഗ്ഗും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഗ്ലാസ് വേണം പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ചേട്ടൻ ലിച്ചു ഇവിടെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഒരു ഗ്ലാസ് കിട്ടിയപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ. ഇനി അതുകൊണ്ട് അവിടെയൊക്കെ മേശയും അടിച്ചടിച്ചടിച്ച് എല്ലാവരെയും ശ്രദ്ധിപ്പിക്കുക എന്നതാണ് അവളുടെ ജോലി. അങ്ങനെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ആ വെള്ളമൊക്കെ അവൾ കളഞ്ഞു. ആ ഗ്ലാസ് ഇങ്ങനെ മേശയും അടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പറ്റുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അങ്ങനെ മസാല ദോശ കിട്ടിയില്ല, പകരം നെയ് റോസ്റ്റാണ് ഇയാൾ കഴിച്ചത്. പിന്നെ തൈര് വടയും കഴിച്ചു. തൈര് വട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു മധുരമുള്ള തൈരിൽ നമ്മുടെ സാധാ ഉഴുന്ന് വട ഇട്ടിട്ട്, പക്ഷെ അതൊരു ടേസ്റ്റ് ഉണ്ട് സംഭവം. ദോശ ഒരു രക്ഷയില്ല, അടിപൊളി ദോശയായിരുന്നു. അതുപോലെ തന്നെ ചട്നിയും സാമ്പാറും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ലിച്ചു ബേബിക്ക് നല്ല ഇഷ്ടമായി. അവളും കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ ദോശ. അതിനുശേഷം ഞാൻ തൈര് വട എടുത്തപ്പോൾ ലിച്ചു ബേബിയും തൈര് വട കഴിച്ചില്ല. ആ തൈര് കുറച്ച് മധുരമുള്ള തൈരാണ്. അപ്പോൾ ആ തൈര് ഇങ്ങനെ എടുത്ത് അവൾ കുടിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് തൈര് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവൾ തൈരാണ് എടുക്കുന്നത്, കണ്ട തൈര് കഴിച്ചുകൊണ്ടിരിക്കുക അവൾ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം തൃശ്ശൂർ നല്ല ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ സാമ്പാറായാലും ചട്നി ആയാലും എല്ലാം. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്ക് കേട്ടോ.